ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. എന്തൊരു വൃത്തികേടാണ്! അതായത് കടൽ കൊമ്പനും നാദിറ മഹറിനും കൂടി വലിയൊരു തട്ടിപ്പിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. തട്ടുന്നത് ചില്ലറ രൂപയൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയാണ്. ഞാൻ ഇന്നലെ കടൽ കൊമ്പന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. ഏതായാലും ഞാൻ കാര്യം പറയുകയാണ്. ആ വീഡിയോക്കകത്ത് പറയുകയാണ്, ഫ്രീ ആയി JCB തരാം, ഫ്രീ ആയി കാറ് തരാം, ഫ്രീ ആയി ഗോൾഡ് കോയിൻ തരാം, ഫ്രീ ആയി സ്കൂട്ടി തരാം, ബൈക്ക് തരാം, ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കടൽ കൊമ്പനല്ലേ, നാദിറ മഹറിനല്ലേ. കടൽ കൊമ്പൻ അത്യാവശ്യം പാവങ്ങൾക്ക് വേണ്ടി ഇഷ്ടംപോലെ സംസാരിച്ച ഒരാളാണ്. നാദിറ മഹർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉള്ള ബിഗ് ബോസ് സീസൺ 5ന്റെ വലിയൊരു കണ്ടസ്റ്റന്റുമാണ്. ഇവർ രണ്ടുപേരും ഉടായിപ്പൊന്നും ചെയ്യൂല. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഫ്രീ ഗിവ് അവേ ആയിട്ട് നമ്മുടെ ജോജി തമ്പി കൊടുക്കുന്നത് പോലെ അങ്ങനെ എന്തോ കൊടുക്കുന്നതാണോ എന്ന് ഞാൻ നോക്കി. അങ്ങനെ അവരുടെ വീഡിയോ ഫുള്ളായി കുത്തിരുന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. അതിലേക്ക് ഞാൻ ഏതായാലും ആ വീഡിയോ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം ഞാൻ സംസാരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഏതായാലും ആ വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് JCB വേണോ? എന്നാൽ ഈ വീഡിയോ ഫുള്ളും കണ്ടോ. ഫ്രീ ആയിട്ട് JCB മാത്രമല്ല വെച്ച് കൊടുക്കുന്നത്, ഈ കാറും അതുപോലെ ഈ ബുള്ളറ്റും ആ ഒരു സ്കൂട്ടറും കൊടുക്കുന്നുണ്ട്. കൂടാതെ 20 സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അതും ഈ വരുന്ന 29-ാം തീയതി കൊടുക്കുകയാണ്. വീഡിയോ ഇപ്പോഴത്തെ ഷെയർ ചെയ്തോ, കേരളത്തിൽ ആരും കൊടുക്കൂല ഇതുപോലത്തെ ഒരു സമ്മാനം കേട്ടാ. 1ാം സമ്മാനമാണ് മക്കളെ, ഫ്രീ ആയിട്ട് ഇത്രയും നല്ല അടിപൊളി JCB നിങ്ങൾക്ക് തരാൻ പോണേട്ടാ. 2ാം സമ്മാനമായിട്ട് ഈ പുതുപുത്തൻ കാറ്, പിന്നെ ഈ പുത്തൻ ബുള്ളറ്റാണ് 3ാമത് കൊടുക്കണേട്ടാ. 4ാം സമ്മാനം ഈ സ്കൂട്ടിയും. വണ്ടി പ്രാന്തന്മാർക്കും പ്രവാസികൾക്കും ഇതൊരു സുവർണ അവസരമാണ്. അപ്പൊ ഈ JCBയും കാറൊക്കെ കിട്ടോ കൊടുക്കുമെന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും. ഉടായിപ്പാണെന്നൊക്കെ തോന്നുന്ന ആൾക്കാരൊക്കെ പല കമന്റുകൾ ഇട്ട് പറയും. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, ഇത് കൊടുക്കുന്ന ആളാ. ചേട്ടാ, നമ്മളിവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. നമുക്കൊരു 500 കൂപ്പൺ വെച്ചിട്ടുണ്ട്. കൂപ്പൺ എടുക്കുക. അടുത്ത മാസം 29-ാം തീയതി, അതായത് ജൂൺ 29-ാം തീയതിയാണ് നമ്മുടെ നറുക്കെടുപ്പ് നടക്കുന്നത്. ലൈവ് ആയിരിക്കും. പിന്നെ മാക്സിമം ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും പരിപാടി നമ്മൾ ചെയ്യുന്നത്. ചേട്ടാ, ഇത് കൂടാതെ ബാക്കി സമ്മാനങ്ങൾ എന്തൊക്കെ കൊടുക്കണേ? 5ാം സമ്മാനമായിട്ട് ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട്. 6ാം സമ്മാനമായിട്ട് 5 പേർക്കും മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട്. 7ാം സമ്മാനമായിട്ട് 10 പേർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. ചേട്ടാ, എന്നിട്ട് വലിയ സമ്മാനം കൊടുക്കാനുള്ള കാരണം? ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. ഒരു സാധാരണക്കാരന് ഈ വണ്ടി കിട്ടുന്നതെങ്കിൽ അവനൊരു ജീവിതമാർഗ്ഗമായി. അതുമല്ല, വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷത്തിൽ പരം സമ്പാദിക്കുകയും ചെയ്യും ഒരു മാസം. ഈ വരുന്ന ജൂൺ 29-ാം തീയതിയാണ് ഇത്രയും സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലെത്താൻ പോകുന്നത്. നിങ്ങളുടെ ഒരാളാണ് ഇതേ ഈ 1ാം സമ്മാനം നറുക്കെടുക്കാൻ പോകുന്നത്. കൂടാതെ 20 സമ്മാനങ്ങൾ ഇതേ കാറും ബൈക്കും ഒക്കെ കിട്ടാൻ വേണ്ടി നിൽക്കണേട്ടാ. 24 അവർ അവരുടെ വാട്സപ്പും കോളും എല്ലാം ആക്റ്റീവ് ആയിരിക്കും. പ്രവാസികൾക്കായിരിക്കും നാട്ടുകാർക്കായാലും ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോ. എന്ത് സംശയം ഉണ്ടെങ്കിലും അവരെല്ലാം അത് ക്ലിയർ ചെയ്ത് തരും. ഇപ്പൊ തന്നെ നോക്കുക, പരിപാടി ലക്കി ഡ്രോ ആണ്. ഇതിലെ ആ ഒരു ഓണർ ഉണ്ടല്ലോ, ഓണർ പറയുകയാണ് 500 കൂപ്പണാണ് ഉള്ളതെന്ന്. ഒരു കൂപ്പണിന് 500 രൂപയാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് 500 കൂപ്പൺ എന്നാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, 500 കൂപ്പണിലാണ് നിങ്ങൾ ഇത്രയും വലിയ സാധനങ്ങൾ JCB, കാറ്, ബൈക്കുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെ കടൽ കൊമ്പനെയും നാദിറ മഹറിനെയും കൊണ്ടുവരുന്നു? ഏതെങ്കിലും 2 വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അപ്ലോഡ് ചെയ്താൽ 500 കൂപ്പൺ അത്ര പെട്ടെന്ന് വിറ്റുപോകും. നോക്കുക, കടൽ കൊമ്പൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മിനിമം, ഞാൻ സ്പീഡായി പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കല്ലേ, അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കടൽ കൊമ്പൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മില്യൺ കണക്കാണ് വ്യൂസ് കിട്ടുന്നത്. അതിനുശേഷം നാദിറ മഹറിൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ക്ലിപ്പ്, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിനും കിട്ടുന്ന വ്യൂസ് 500, ഇങ്ങനെ മില്യനും 500K അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്, 1 മില്യൺ ആൾക്കാർ ഈ വീഡിയോ കണ്ടു, 1 മില്യൺ മലയാളികൾ ഈ വീഡിയോ കാണുന്നു. മിനിമം 1 മില്യൺ ആൾക്കാർ കണ്ടാൽ ഒരു 10 ലക്ഷം ആൾക്കാർ, കുറഞ്ഞ കണക്കാണ് പറഞ്ഞത്, 10 ലക്ഷം ആൾക്കാരെങ്കിലും ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് ഈ കൂപ്പൺ മേടിക്കും. അപ്പോൾ ഈവൻ പറഞ്ഞത്, വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്, എൻ്റെ കയ്യിലുള്ളത് 500 കൂപ്പൺ എന്നാണ്. ഈ 10 ലക്ഷം ആൾക്കാർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ യുവന്മാരെന്ത് പറയും? നറുക്കെടുപ്പുണ്ട്, 500 രൂപ അയച്ചു, അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരിക, 21-ാം തീയതി നറുക്കെടുപ്പാണ്, അങ്ങനെ പറഞ്ഞ് പൈസ മേങ്ങും. അപ്പോൾ 10 ലക്ഷം കൂപ്പൺ പോയാൽ എത്ര പൈസയായ ഇവിടെ? നിങ്ങളൊന്ന്, ഇതൊരു 10 ലക്ഷം എന്ന് പറയുന്നത് മിനിമം ആണ്. ഈ നാദിറ മഹറിനൊക്കെ, നാദിറൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലുമുണ്ട് ഈ ഒരു വീഡിയോ. അപ്പോൾ നാദിറ കൂടി ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ എത്ര ആൾക്കാരാണ്, അവർക്കൊക്കെ ഫാൻസൊക്കെ എത്ര ആൾക്കാരാണ്. അവന്മാരൊക്കെ 500 മേടിച്ചിട്ട് ഒടുവിൽ കോടിക്കണക്കിന് രൂപയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് തുരുതുരാന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, എല്ലാവരും ഇങ്ങനെ 500 വെച്ച് അയച്ചു കൊടുക്കുകയോ
അപ്പോൾ അതിനുള്ള ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ചില ഉസ്താദന്മാരും സ്വാമിമാരും പള്ളിയിലച്ചന്മാരും വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ് നിങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ പടച്ചോന്റെ ബറക്കത്ത് ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറയുക, 500 1000 കൊടുത്ത്. അപ്പൊ തന്നെ ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്നവർ ഇത്ര ലക്കി ഡ്രോ ഇവൻ പറയുകയാണ് 500 രൂപയാണ് ലക്കി ഡ്രോക്ക് എന്നാണ് ഇവൻ 500 കൂപ്പൺ എന്നാണ് പറയുന്നത്. അപ്പോൾ 500 കൂപ്പൺ അല്ലേ, നമ്മൾ ഒരു ഗൂഗിൾ പേ ചെയ്ത് 500 രൂപ കൊടുത്ത് ഒരു കൂപ്പൺ എടുത്താൽ നമുക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് 10-30 ഐറ്റങ്ങളുണ്ട്, 500 കൂപ്പണുള്ളൂ, അങ്ങനെ പറഞ്ഞ് ഇഷ്ടം പോലെ പൈസ പോകും. അതിൻ്റെ ഒരു കണക്കും വരാനില്ല. നിങ്ങൾ നോക്കൂ, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഇവന്മാർ കടൽ കൊമ്പനും ഇവരുടെ ഈ ടീമും കൂടി ഇതൊക്കെ 1 കോടി 2 കോടി രൂപയായി മുക്കിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുക, ആർക്കും ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കുക. സോഷ്യൽ മീഡിയ എന്ത് ചെയ്യും? ഒരു ദിവസം ചർച്ച ചെയ്യും, ഇല്ലെങ്കിൽ 2 ദിവസം ചർച്ച ചെയ്യും. അതിനുശേഷം ആരും ഒരക്ഷരം മിണ്ടൂല. പൈസ മുഴുവനും ഇവന്മാരുടെ പോക്കറ്റിലായി. ഇതിപ്പോ 21-ാം തീയതിക്ക് കൊടുക്കുന്നു എന്ന് ആർക്കറിയാം? ചിലപ്പോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കൊടുത്തേക്കും. എങ്ങനെ? അവരുടെ ആൾക്കാരുടെ പേര് ഈ ചങ്ങായി പറഞ്ഞല്ലോ 500 കൂപ്പണെന്ന്. 500-ൽ ഇവന്മാരുടെ ടീമിലുള്ള ആൾക്കാരുടെ പേര് മാത്രം എഴുതി വെച്ചിട്ട് ഒരു 500 കൂപ്പൺ ആക്കിയിട്ട് അതിൽ നിന്ന് ലൈവായിട്ട് 2-3 കൂപ്പൺ എടുക്കും. പേര് നാരായണൻ, പേര് സുലൈമാൻ, പേര് വിൻസെന്റ് ഡിസോസ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ആൾക്കാർക്ക് തന്നെ കൊടുത്തു കിട്ടി എന്ന് പറയുമ്പോൾ ഒരു 5 സെക്കൻഡിന്റെ പരിപാടിയല്ലേ, അങ്ങനെ ചെയ്ത് മുക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലോക ഉടായ്പാണ്. ഇതിന് കൂട്ടുനിന്ന കടൽ കൊമ്പനെയും നാദിറ മഹറിനെയും നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ആരും 1 രൂപ പോലും ആ അക്കൗണ്ടിലേക്ക് വിടാൻ പാടില്ല. അതൊക്കെ ലോക ഉടായ്പാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ, ദുനിയാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സ്വന്തം കാര്യം സിന്ദാബാദാണ്. ആരും വെറുതെ 1 രൂപ പോലും കൊടുക്കൂല. ഇപ്പൊ ജോജി തമ്പി ഇടയ്ക്കിടയ്ക്ക് 2 ലക്ഷം രൂപ ഒരു കാറൊക്കെ ഗിവ് അവേ ആയി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അത് ഫ്രീ ആയി തരുന്നത് അല്ല. അത് ഫ്രീ ആയി തരുന്നത് അല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ടും റിച്ച് ആവുകയാണ്. ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 1 മിനിറ്റ് കൊണ്ട് ഇല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് 1K ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ജോജി തമ്പി ഗിവ് അവേ ആയി ഫ്രീ ആയി ഒരു കാറ് കൊടുത്താൽ ആ ഒരു അക്കൗണ്ട് ഉയരുന്നത് 500Kയും 600Kയും ഫോളോവേഴ്സാണ്. ആ അക്കൗണ്ട് തന്നെ നാളുകളിൽ വിറ്റാൽ അവർക്ക് ഈ ഗിവ് അവേന്റെ ഡബിൾ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആരും 1 രൂപ പോലും ഫ്രീ ആയി നമുക്ക് തരുന്നില്ല. ഈ കടൽ കൊമ്പന്റെ ഈ പരിപാടി വലിയ വലിയ സീക്രട്ട് ഏജന്റ് അതുപോലത്തെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ സംസാരിച്ചുകൊണ്ട് ഈ ഉഡായിപ്പിനെ പൊട്ടിക്കണമെന്ന് തന്നെ ഞാൻ പറയുകയാണ്. 1 രൂപ പോലും നിങ്ങൾ അയച്ചു കൊടുക്കാൻ പാടില്ല. അത് ഉഡായിപ്പെന്നല്ല, ലോ ഉഡായിപ്പാണ്. ചിലപ്പോൾ ഇവന്മാര് അതായത് ഈ നറുക്കെടുപ്പൊക്കെ നടത്തും, പക്ഷെ അതിൽ അവന്മാരുടെ ആൾക്കാരുടെ പേര് മാത്രമായിരിക്കും. 500 കൂപ്പൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മില്യൺ കണക്കിന് ലക്ഷക്കണക്കിന് കൂപ്പണുകൾ വിറ്റുപോകും, അതുറപ്പാണ്. 500 കൂപ്പൺ മാത്രമാണ് വിൽക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരിക്കലും നാദിറ മെഹറിനെയും കൊണ്ടുവരൂല, കടൽ കൊമ്പനെയും കൊണ്ടുവരൂല. അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാലോ ഇല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ 2 മെസ്സേജ് അയച്ചാൽ 500 കൂപ്പൺ പുഷ്പം പോലെ വിറ്റുപോകും. ഇതിന്റെ ഉള്ളിൽ കടൽ കൊമ്പനെയും നാദിറ മെഹറിനെയും കൊണ്ടുവരണമെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടണം, മില്യൺ കണക്കിന് ടിക്കറ്റ് വിറ്റുപോകണം. അന്നെങ്കിലേ ഇഷ്ടം പോലെ പൈസ ഉണ്ടാകും. അത് മാത്രമാണ്. പിന്നീട് എനിക്കറിയാനുള്ളത് നാദിറക്കും അതുപോലെ തന്നെ കടൽ കൊമ്പനും ഇതിൽ എന്തെങ്കിലും ചിക്ലി കിട്ടുന്നുണ്ടോ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ നമ്മൾ ആരും 1 രൂപ പോലും ഇതിൽ അയച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടൽ കൊമ്പന്റെയും നാദിറ മെഹറിന്റെയും ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ വൃത്തികെട്ട ഒരു കാര്യം ഉണ്ടാവില്ലായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൽ നല്ല രീതിയിൽ വിഷമമുണ്ട്. ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ആരും ഇത്തരത്തിലുള്ള ഉഡായിപ്പിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.